നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെട്ട ഫ്ലേവറിലൊരു സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ടൈപ്പ് സോപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് വണ്ടേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു ആയുർവേദ നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആയുർവേദ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് ആര്യവേപ്പിലയാണ്, അതായത് നീം ലീവ്സാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ, അത് കുറച്ച് 1-2 സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് മതി. പിന്നെ ഉള്ളത് തുളസി ഇലയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവര അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നീം ലീവ്സും അതുപോലെ തുളസിയുടെ ഇലയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. പക്ഷെ ഞാനിവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് അലോവേര തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രഷ് കറ്റാർവാഴയുടെ മഞ്ഞക്കറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ പൾപ്പ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതാണ് അലോവേര എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ആഡ് ചെയ്താൽ നല്ലതാണ്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ, അതായത് ഫ്രഷായ മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആയുർവേദ സോപ്പാണല്ലോ. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം വേണ്ടത് സോപ്പ് ബേസാണ്, ഗ്ലിസറിൻ സോപ്പ് ബേസാണ് വേണ്ടത്. ഇത് നമുക്ക് തൊട്ടടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ആമസോണിൽ നിന്നും നമുക്ക് വാങ്ങിക്കാം. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ സോപ്പ് ബേസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് പിയേഴ്സ് സോപ്പാണ്. പിയേഴ്സിൻ്റെ തന്നെ ഗ്ലിസറിൻ സോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ആ സോപ്പ് ഒന്നില്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് സോപ്പ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ടായാലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക, എന്നിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സോപ്പ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മോൾഡ് എടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ലത് സിലിക്കോൺ മോൾഡൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിലിക്കോണിൻ്റെ മോൾഡ് വാങ്ങുക, അത് പെട്ടെന്ന് തന്നെ ഇളകി വരും, നല്ല കറക്റ്റ് ഇതിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് വാസലിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലൊന്ന് തടവി കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് വിട്ടുവരും. ഇനി നമുക്ക് ഇതിലേക്ക് സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മിക്സിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് ഈ സോപ്പ് ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും നന്നായി ഡ്രൈ ആയി വരും. കാരണം ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി വരില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, ചിലപ്പോൾ 2 ദിവസമൊക്കെ നമുക്കത് നന്നായി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി എടുക്കും. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വരുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കും. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് 2 ടൈപ്പ് സോപ്പും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനായിട്ട് അവിടെ ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ലെമണും എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് അത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. അധികം വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ എടുക്കാൻ നോക്കുക.
അതുപോലെ ഞാൻ ബീറ്റ്റൂട്ടും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ അതായത് ക്യാരറ്റിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ചെറുനാരങ്ങനീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഓരോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സോപ്പ് ബേസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യാരറ്റിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങനീരും അതുപോലെ സോപ്പ് ബേസും ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനൊരു ചെറിയൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു കളറിന് വേണ്ടി ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ ഞാൻ ആ ബീറ്റ്റൂട്ടിൻ്റെ ആ ജ്യൂസിലേക്ക് ഇതുപോലെ സോപ്പ് ബേസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ നമുക്ക് നമ്മുടെ സോപ്പ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന മോൾഡിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ 3 ടൈപ്പ് സോപ്പും ഇവിടെ ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് 2 ദിവസം ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കുക. ശരിക്കും 1 ദിവസം മതി. പക്ഷേ ഞാനിതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതുണ്ടായതുകൊണ്ട് എനിക്ക് 2 ദിവസം പിടിച്ചു ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളുടേതനുസരിച്ചിട്ട് നമ്മൾ അതൊന്ന് നന്നായി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് 2 ദിവസം കഴിഞ്ഞു. നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇത് നല്ല നാച്ചുറൽ സോപ്പാണ്. ഞാൻ പറഞ്ഞ പോലെ നല്ല ഹെർബൽ സോപ്പാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ അനുസരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സോപ്പ് ബേസ് വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾക്കൊരു വീട്ടിലൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ നാച്ചുറൽ സോപ്പൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതൊരു പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ സിലിക്കോൺ മോൾഡും അതുപോലെ സോപ്പ് ബേസൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ക്രാഫ്റ്റ് വണ്ടേഴ്സ് എന്നിട്ടൊരു പേജ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ.